എയർലൈൻ ഇൻഡസ്ട്രി ഇപ്പോൾ പൊതുവേ ഈ ഫീൽഡിലേക്ക് പുതിയതായിട്ട് ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചോദിക്കുകയാണ് ഏതൊക്കെയാണ് ജോലി സാധ്യതകൾ എന്ന് പറയുമ്പോൾ അവർ പറയും പൈലറ്റ് അറിയാം, ക്യാബിൻ ക്രൂ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 40 പേരോളം ഉണ്ട് ഒരു ഫ്ലൈറ്റിൽ. അത് ശരിക്കും ഒരു 4-5 പേരായിട്ടുള്ളൂ. ഞാൻ ഫാദറും കൂടി ഇതുപോലെ ചെന്നൈ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ട് പോയപ്പോൾ പുള്ളിയെ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരാളിങ്ങനെ വിളിച്ചു, വിജി സാർ എന്ന് വിളിച്ചു. പുള്ളിക്ക് ആളെ മനസ്സിലായില്ല. ഓൾമോസ്റ്റ് ഒരു 15 ഇയേഴ്സ് മുമ്പ് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടിയാണ്. ഇപ്പോൾ അവിടുത്തെ ഓൾമോസ്റ്റ് സ്റ്റേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നത്. നല്ല സംസാരിക്കുന്ന കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ ഈ കസ്റ്റമർ സർവീസ് ജോബ്സിന് പോകുന്നു. കമ്മ്യൂണിക്കേഷൻ വീക്കാണ്, അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ ഏബിൾ ആയിട്ടുള്ളവരൊക്കെയാണ്. ഈ കാർഗോ അങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട്, ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ട. ബട്ട് സ്റ്റിൽ എയർപോർട്ട് റെലവെന്റ് ആയിട്ടുള്ള ലോഡ് കൺട്രോൾ, റാമ്പ്, അങ്ങനെ പല സെക്ടേഴ്സിലും ജോലികളുണ്ട്. എൻട്രി കരിയർ ടോക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാഡമിയുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ മിസ്റ്റർ ബിനു ഈപ്പനാണ്. വെൽക്കം സർ. താങ്ക് യു. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാഡമി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. കേരളത്തിലും പുറത്തുമായി ഏവിയേഷൻ രംഗത്ത് കരിയർ ട്രെയിനിങ് കൊടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ്. ഞാനൊരു നമ്പർ പറഞ്ഞാൽ അതൊട്ടും അതിശയോക്തിയല്ല. 20,000 അല്ലെങ്കിൽ 20,000 എന്ന് പറയുന്ന നമ്പർ 20,000 പേർക്ക് സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമിയിലൂടെ ജോലി ലഭിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ 20,000 കുടുംബങ്ങൾ സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമിയിലൂടെ ജോലി ലഭിച്ച് സാറ്റിസ്ഫൈഡ് ആയ കുടുംബങ്ങളാണ്. 31ാമത്തെ വർഷത്തിലാണല്ലേ സർ? എന്താണ് സ്പീഡ് വിങ്സിൻ്റെ യാത്ര എന്ന് ചുരുക്കി പറയാം? ഫസ്റ്റ് ഓഫ് ഓൾ എൻട്രിക്ക് ഓൺ ബിഹാഫ് ഓഫ് എൻട്രി താങ്ക് യു. ഇന്ന് ഇവിടെ ഈ കരിയർ ടോക്സിൻ്റെ ഭാഗമായിട്ട് സ്പീഡ് വിങ്സിൽ പങ്കെടുക്കാൻ സമ്മതിച്ചതിന്. അപ്പം ഇതിൻ്റെ ലെഗസി ശരിക്കും തുടങ്ങിയത്, ഞാൻ എൻ്റെ ഫാദറിൻ്റെ പേര് തന്നെ പറയും, ബിജി ഈപ്പൻ. പുള്ളി 94 സ്റ്റാർട്ട് ചെയ്തതാണ് സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. പുള്ളി കുവൈറ്റ് എയർവേസിൽ ഒരു 30 വർഷത്തോളം പല ഫീൽഡിലായിട്ട് കാർഗോയിലും എയർലൈനിലും പാസഞ്ചറിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. പുള്ളി തിരിച്ചിവിടെ വന്നപ്പം വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നി. ഇവിടെ പ്രോപ്പറായിട്ടൊരു ട്രെയിനിങ് ഫെസിലിറ്റി ഇല്ല. അതായത് ഇനി അടുത്ത ജനറേഷൻ ആൾക്കാർക്ക് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാനോ പഠിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ അതിനൊരു കരിക്കുലും ഇല്ല, പഠിപ്പിക്കേണ്ട രീതികളില്ല, അങ്ങനെ ഒരു തോന്നില്ല. അങ്ങനെ ഒരു ഇൻട്രസ്റ്റോടെ അന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് സ്പീഡ് വിങ്സ്. അതിപ്പോൾ ഇത്രയും വർഷത്തോളം പോയി, പല ഇവോൾവ്മെൻറ്റും നടന്നു, പല സർട്ടിഫിക്കേഷൻസ്, പല കാര്യങ്ങളും കഴിഞ്ഞ്. ഈ നേരത്തെ പറഞ്ഞ പോലെ 10-20,000 പേര് ഇതിൽ നിന്ന് ജോലിയും കിട്ടി പോയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ 31st ഇയറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ടൊരു അയാറ്റ ഓത്തറൈസ് ട്രെയിനിങ് സെൻറ്റർ, അതായത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് സെൻറ്റർ. ലോകത്ത് എവിടെ പോയാലും ഇവിടുത്തെ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനൊരു വിലയുണ്ട്. നിങ്ങൾ കൊച്ചി എയർപോർട്ടിൽ നിന്ന് മാത്രമല്ല, ഇൻ്റർനാഷണൽ ഏത് എയർപോർട്ടിൽ പോയാലും ആ സർട്ടിഫിക്കേഷൻ ഒരു വിലയുണ്ട്. അതന്ന് നമ്മൾ അന്ന് തൊട്ടും ഒരു എംഫസൈസ് ചെയ്തൊരു പോയിന്റ് അതാണ്. അതായത് 94 എന്നൊക്കെ പറയുമ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രി വലിയധികം വളർന്നിട്ടില്ലാത്തൊരു സമയമാണ്. അതെ, കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ബൂമിന്റെ സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പോസ്റ്റ് കോവിഡ് എനിക്ക് തോന്നുന്നു ഏവിയേഷൻ ഇൻഡസ്ട്രിക്ക് ഏറ്റവും ബൂം ഉണ്ടായ ഒരു സമയമാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അതെ, നല്ലൊരു പോയിന്റ്. കാരണം അന്ന് തുടങ്ങിയപ്പോൾ കൊച്ചി എയർപോർട്ട് പോലും സ്റ്റാർട്ടായിട്ടില്ല ഇവിടെ. അന്നത്തെ പണ്ട് ഇവിടുത്തെ ഒരു മിലിറ്ററി എയർപോർട്ടിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ കൊച്ചി എയർപോർട്ട് വന്നു. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ 4 ഇൻ്റർനാഷണൽ എയർപോർട്ട്. ആ ഒരു പോയിന്റ് പറഞ്ഞതിൽ ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരു 180ഓളം എയർപോർട്ടുകളുണ്ട്. അപ്പം ഈ കഴിഞ്ഞ വർഷത്തെയാണെന്ന് തോന്നുന്നു അവിടുത്തെ സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ പറഞ്ഞൊരു കണക്കനുസരിച്ച് ഉഡാൻ പോലത്തെ, അതായത് ചെറിയ സിറ്റികളിൽ പോലും എയർപോർട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞത് ബൈ 2035 ഇവിടെ ഒരു 350ഓളം എയർപോർട്ട്സ് വരണം എന്നാണ് ഇന്ത്യയിൽ മൊത്തം. towards. അപ്പോൾ അത് ഇപ്പോൾ ഉള്ള നമ്പർ ഓൾമോസ്റ്റ് ഡബിൾ ആക്കുന്ന രീതിയിൽ ചെയ്യണം. അതിനുള്ള ലാൻഡ് ഒക്യുസേഷൻ കഴിഞ്ഞ് പലയിടത്തും എയർപോർട്ട്സ് തുടങ്ങി. നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പോൾ 4 ഇൻ്റർനാഷണൽ എയർപോർട്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിനനുസരിച്ച് ഇവോൾവ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി എണ്ണവും കൂടിയിട്ടുണ്ടാവും. അതെ, അപ്പം എയർപോർട്ട് എന്ന് പറയുമ്പം എയർപോർട്ട് മാത്രമല്ലല്ലോ, അവിടെ ഫ്ലൈറ്റ്സിൻ്റെ എണ്ണം കൂടി, എയർലൈൻസിൻ്റെ എണ്ണം കൂടി, പാസഞ്ചേഴ്സിൻ്റെ എണ്ണം കൂടി. ഒരു ശരാശരി ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ, അതായത് ഒരു പോയിന്റ് A to point B ഡൊമസ്റ്റിക് യാത്ര ചെയ്യാൻ ഒരു ആവറേജ് ഒരു 40 ട്രെയിൻഡ് എക്യുപ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ച് നോക്കാം, ഒരു ബിസി ആയിട്ടുള്ള ഒരു എയർപോർട്ടിൽ ഒരു ഫ്ലൈറ്റിൽ 40 പേരുണ്ടെങ്കിൽ ഇതുപോലെ എയർപോർട്ട്സിൻ്റെ എണ്ണം തന്നെ കൂടി കഴിഞ്ഞാൽ എന്തോരം ആൾക്കാരുണ്ടാവും. കേരളം കേന്ദ്രമായിട്ട് പുതിയ എയർലൈൻസുകൾ തുടങ്ങാൻ പോകുന്നു. അത് എയർ കേരള, അതുപോലെ അൽഹിന്ദ് എയർ, അവർ 2 പുതിയ, അതെ, കേരള ഫോക്കസ്ഡ് ആയിട്ടുള്ള 2 എയർലൈൻ വന്നു. അവരും നല്ലൊരു കാര്യമായിരുന്നു. അവരുടെ ഫുൾ സ്റ്റാഫ് സ്പീഡ് വിങ്സിലാണ് അവരുടെ ട്രെയിനിങ്ങിന് വന്നത്. അതായത് അവരുടെ NOCയും കാര്യങ്ങളായിട്ട് വരുന്നതിന് കുറച്ച് DG ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ DG കൺസൾട്ടൻസി എല്ലാം സ്പീഡ് വിങ്സ് ആയിരുന്നു. അവരുടെ പൈലറ്റ്സ്, ക്യാബിൻ ക്രൂ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അത് നല്ലൊരു, ഞങ്ങൾക്കും വളരെ പ്രൗഡായിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു. കാരണം കേരളത്തിൽ നിന്ന് തന്നെ ഒരു എയർലൈൻ വരുന്നു, അവർ നമ്മുടെ അടുത്ത് തന്നെ ട്രെയിനിങ്ങിന് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വലിയ മിഷന്റെ പാർട്ടാവാൻ പറ്റിയതാണ്. പ്രവാസികളൊക്കെ കാത്തിരിക്കുന്ന ഒരു മിഷനാണല്ലോ കേരളമായിട്ടുള്ള ഒരു എയർലൈൻ. കേരളത്തിന്റെ പേര് തന്നെയുള്ള ഒരു എയർലൈനും ഉണ്ടായിരുന്നു. എയർലൈൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് കരിയർ പറയുകയാണെങ്കിൽ ഏതൊക്കെ തലത്തിലായിരിക്കും ഉണ്ടാവുക? എയർലൈൻ ഇൻഡസ്ട്രി ഇപ്പോൾ പൊതുവേ ഈ ഫീൽഡിലേക്ക് പുതിയതായിട്ട് ഒരാളുടെ അടുത്ത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ചോദിക്കുകയാണ് ഏതൊക്കെയാണ് ജോലി സാധ്യതകൾ എന്ന് പറയുമ്പോൾ അവർ പറയും ഓക്കെ പൈലറ്റ് അറിയാം, ക്യാബിൻ ക്രൂ അറിയാം.
ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് 40 പേരോളം ഉണ്ട് ഒരു ഫ്ലൈറ്റിൽ. അത് ശരിക്കും ഒരു 4-5 പേരായിട്ടുള്ളൂ. അതിൻ്റെ ബാക്ക് എൻഡിൽ ഗ്രൗണ്ട് ഹാൻഡ്ലിങ്, അത് നിങ്ങൾ കയറി കഴിയുമ്പോൾ നിങ്ങളുടെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യുന്നവർ, നിങ്ങളുടെ ബാഗേജ് ടാഗ് എടുക്കുന്നവർ, നിങ്ങളുടെ ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്നവർ, പിന്നെ പ്ലെയിനിൻ്റെ അകത്ത് കയറി കഴിഞ്ഞ് നിങ്ങളുടെ റാമ്പ്, അതായത് പെട്ടിയും സൂട്ട് കേസ് ഇതൊക്കെ ലോഡ് ചെയ്യുന്നവരുണ്ട്. പിന്നെ ബാക്ക് എൻഡിൽ നിങ്ങളുടെ സീറ്റ്സ് അസൈൻ ചെയ്യുന്നത് പറയുന്ന കേട്ടില്ല. ഇപ്പോൾ റാൻഡമായിട്ടല്ല, നിങ്ങളുടെ വെയിറ്റും ബാലൻസും ഒക്കെ നോക്കിയിട്ടാണ് വെക്കുന്നത്. അതായത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പം അതിൻ്റെ ഫ്യൂവലും കാര്യങ്ങളും വെയിറ്റും എല്ലാം അതിനനുസരിച്ച് കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ പല ഘടകങ്ങളിലുണ്ട്. ഇതിനൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ നിങ്ങൾ ATC ഉണ്ട്, ഈ MRO ഉണ്ട്, ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ചെയ്യുന്നവരുണ്ട്, കാർഗോൻ്റെ ആൾക്കാരുണ്ട്. അപ്പം ഇതിനൊക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് വേണം. അപ്പം പൈലറ്റും ക്യാബിൻ ക്രൂവും വളരെ ഗ്ലാമറസ് ആയിട്ടൊരു ജോലിയാണ്. പക്ഷേ അത് ചിലപ്പോൾ ഒരു പാസഞ്ചറിനെ സംബന്ധിച്ചാൽ അത് മാത്രമേ കാണുന്നുള്ളൂ. ഫ്രണ്ട് എൻഡിൽ വരുന്നത് അവർ രണ്ടുപേരാണല്ലോ, അവർ കാണുന്നുള്ളൂ. പക്ഷേ ഒരു ഫ്ലൈറ്റ് സ്മൂത്ത് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് ടേക്ക് ഓഫ് ചെയ്തു, നിങ്ങൾ കൊണ്ടുപോയ ലഗേജും കൊണ്ട് നിങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് ഇത് രണ്ടും കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ നല്ല സിങ്ക്രണൈസേഷനും പ്രൊഫഷണൽസും ഉണ്ടെങ്കിൽ അത് വർക്കൗട്ട് ആവത്തുള്ളൂ. അത് ശരിക്കും നമ്മൾ അറിയുന്നില്ല ബാക്ക് എൻഡിൽ നടക്കുന്നത്. അതായത് ഓരോ എയർലൈൻ കമ്പനിക്കും സെപ്പറേറ്റ് ടീം ഉണ്ടാവും. എയർലൈൻ കമ്പനീസിനും പല ടീമുകളുണ്ടാവും. ചില തേർഡ് പാർട്ടി ടീംസിന് എടുക്കും. അതാണ് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസ് എന്ന് പറയാറുണ്ട്. ഇപ്പം നമ്മളൊരു എയർപോർട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ചിലപ്പം അവർ ചിലപ്പോൾ എമിറേറ്റ്സിൻ്റെ സൂട്ടായിരിക്കും ഇട്ടിരിക്കുന്നത്, ചിലപ്പം എയർ ഇന്ത്യയുടെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പം കരിയറിൻ്റെ ആസ്പെക്റ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, ഇപ്പം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി തേർഡ് പാർട്ടി കമ്പനി ആയിരിക്കും. അവർ പാസഞ്ചറിനെ ഹാൻഡിൽ ചെയ്യുന്നതും ഈ റാമ്പിൻ്റെയും കാര്യങ്ങളൊക്കെ അവരൊരു കമ്പനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കും. അപ്പം ഒരു കരിയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നവരായിരിക്കും ഒരു 90% ഹയർ ചെയ്യുന്നത് ഈ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസ് ആയിരിക്കും. അവരുടെ കഴിവും അവരുടെ പ്രൊഫഷണൽസ്, ഇപ്പോൾ ഒരാൾ ഹയർ ചെയ്ത് കഴിയുമ്പോൾ അവർക്കറിയാം ഓക്കെ നല്ലൊരു കാൻഡിഡേറ്റ് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള എയർലൈനിലേക്ക് അവർ തന്നെ സജസ്റ്റ് ചെയ്യും. അവിടെ നിന്ന് അവരുടെ കരിയർ ഗ്രോത്ത് ആയി കഴിയുമ്പോൾ ഈ എയർലൈൻ തന്നെ ചിലപ്പോൾ അവർ നോട്ട് ചെയ്യും, ഓക്കെ ആ 10 പേര് ഹയർ ചെയ്തതിൽ ആ 2 പേര് നല്ല കാൻഡിഡേറ്റ്സ് ആണല്ലോ. അപ്പോൾ ആ 2 പേര് ചിലപ്പോൾ 2 വർഷം കഴിയുമ്പോൾ അവരുടെ വേക്കൻസി വരുമ്പം അവർ അങ്ങനെ അബ്സോർവ് ചെയ്യും. അപ്പോൾ അവരുടെ പ്രിഫറൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പ്രിഫറൻസ് കിട്ടാണ്. അപ്പോൾ അവരുടെ കരിയർ അവിടെ നിന്ന് അങ്ങനെ ഗ്രോത്ത് പല വഴിക്കും പോവാം. ചിലപ്പം എമിറേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ ശരി, അവർ പറയും ഇനിയുള്ള ഞങ്ങളുടെ വേക്കൻസി കൊച്ചിയിലല്ല ഇന്റർനാഷണൽ എന്ന് പറയുമ്പോൾ അവരനുസരിച്ച് വിളിക്കും. സാർ നേരത്തെ പറഞ്ഞല്ലോ ഒരു 40 പേര് ഒരു ട്രാവലിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 40 പേരും ട്രെയിൻഡ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണോ? അതോ നോർമൽ BCom അല്ലെങ്കിൽ +2 ക്വാളിഫിക്കേഷനായിട്ട് എനിക്ക് നേരെ എയർലൈനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? പല ഫീൽഡിനും പല ഇതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നത് സ്പീഡ് വിങ്സ് നമ്മൾ ചെയ്യുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിങ്ങും കാർഗും ട്രാവൽ ആൻഡ് ടൂറിസം അങ്ങനെയുള്ള കോഴ്സാണ്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ പറയാറുണ്ട് +2 മതി, നിങ്ങൾക്ക് ഏതൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനും +2 മതി. +2 കഴിയുമ്പോൾ IATA സർട്ടിഫിക്കേഷൻ എടുക്കാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഉണ്ട്. ബട്ട് നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളൊരു കരിയറിലേക്ക് കയറുമ്പോൾ നിങ്ങൾ എൻട്രിയിലും പറയാറുണ്ടായിരിക്കും ഒരു ഡിഗ്രി ഉള്ളത് എപ്പോഴും നല്ലതാണ്. കാരണം നിങ്ങളുടെ കരിയറിൻ്റെ ഗ്രോത്ത് ഒരു സമയത്ത് എത്തുമ്പോൾ ഒരു സ്റ്റോൾ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഒരു ഡിഗ്രി എപ്പോഴും ഉള്ളത് നിങ്ങളുടെ കരിയറിന് നല്ലതാണ്. ബട്ട് നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ +2 ധാരാളമാണ്. ഈ പറഞ്ഞ ഫ്രണ്ട് എൻഡിൽ നമ്മൾ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, ചെക്ക് ഇൻ കൗണ്ടറിലുള്ള ആൾക്കാർ, അവരൊക്കെ ഫ്രഷേഴ്സ് ആയിട്ട് കയറുന്നവരായിരിക്കും മേ ബി. ഒത്തിരി പേര് ഫ്രഷേഴ്സ് ആയിട്ട് കയറുന്നവരുണ്ട്. ഒരു കരിയർ മാപ്പ് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? കരിയർ ഗ്രോത്ത് എങ്ങനെ മാപ്പ് ചെയ്ത് കാണിക്കാൻ പറ്റും? ഇപ്പം ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് മിനിഞ്ഞാന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു AISL മുംബൈ, ചക്രവർത്തി മുംബൈ എയർപോർട്ടിലേക്ക് ടെർമിനൽ 2ലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ എയർ ഇന്ത്യ എയർപോർട്ട് സർവീസസ് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി ഒരു 50 പേരുടെ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 36 പേര് അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് പോയി. അപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്നത് മെയിനായിട്ടുള്ളത് CSE എന്നൊരു ഇതാണ്, അതായത് കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. അവരായിരിക്കും ഈ കൂടുതൽ പറയുന്ന പോലെ കയറി ചെല്ലുമ്പോൾ കാണുന്ന ബോർഡിംഗ് പാസും ഇതൊക്കെ ഇഷ്യൂ ചെയ്യുന്നവർ, ചില റാമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കുറേ പേര് ഫ്രഷേഴ്സാണ്. ഇതിൻ്റെ ഓപ്പണിങ്സ് വരുന്ന അനുസരിച്ചായിരിക്കും അവർ എയർലൈൻസിന് അസൈൻ ചെയ്തത്. അപ്പോൾ അവരുടെ ബാക്കിൽ എപ്പോഴും സൂപ്പർവൈസേഴ്സും കാര്യങ്ങളും ഉണ്ടാവും. ബട്ട് അവർ ഒരു ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഫ്രഷേഴ്സ് ആയിരിക്കും കൂടുതൽ ചെയ്യും. നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റി ഉണ്ടാവോ മാർക്കറ്റിൽ? ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒത്തിരി എയർലൈൻസ് വരുന്നുണ്ട്, ഒത്തിരി ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസ് വരുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഓരോ എയർപോർട്ടിലും മിനിമം ഒരു 3 ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനീസ് എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് 1 crore കൂടുതൽ പാസഞ്ചേഴ്സ് ഉള്ളൊരു എയർപോർട്ട് ആണെന്നുണ്ടെങ്കിൽ 3 കമ്പനീസ് വേണമെന്നാണ്. സോ ഇവരൊക്കെ എപ്പോഴും റിക്വയർമെൻറ്റ്സ് വന്നുകൊണ്ടിരിക്കും. അതിനനുസരിച്ച് ആൾക്കാർ എടുക്കും. ചിലപ്പോൾ 50 പേരെടുക്കും, 200 പേരൊക്കെ ഒറ്റയടിക്ക് എടുത്തുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ടു ഡൊമസ്റ്റിക് ഓർ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, ഇന്റർനാഷണൽ ലെവൽ വരെ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ലേ? ഇന്റർനാഷണൽ ഉണ്ട്. അപ്പം ഞാൻ അതാ പറയുന്നത്, അപ്പം നിങ്ങൾക്കൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൊമസ്റ്റിക് ആയിരിക്കും. ഞാൻ ഓണസ്റ്റായിട്ട് പറയുന്നത്, കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ 99% അത് ഇവിടെ തന്നെ ആയിരിക്കും. നിങ്ങൾ ഏതെങ്കിലും ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി, കൊച്ചി തന്നെ എയർപോർട്ടിൽ കയറി വരുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ സ്റ്റുഡൻസ് എപ്പോഴും വരാറുണ്ട്. അവിടെ കൊച്ചി എയർപോർട്ടിൽ കയറി അവരുടെ DG ലൈസൻസ് റിന്യൂ ചെയ്യാനായിട്ട് തിരിച്ചിവിടെ വരാറുണ്ട്. അപ്പോൾ അവരോട് പറയും ഇപ്പം എങ്ങനെയാണ് നിങ്ങളുടെ കരിയർ എന്ന് പറയുമ്പോൾ, ഓക്കെ ഞാൻ ആ കമ്പനിയിൽ നിന്ന് മാറി, പക്ഷേ വേറൊരു കമ്പനിയിലേക്ക് മാറി, ഇന്ന എയർലൈൻ്റെ അടിയിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അവർ ഓരോ തവണ വരുമ്പോൾ അവരുടെ കരിയർ ഗ്രോത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും.
ഡൊമസ്റ്റിക് പോവാം. പിന്നെ അങ്ങനെ ഒരു കുട്ടി എനിക്കൊന്ന് ലാസ്റ്റ് മന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എയർ സൗദിയയ്ക്ക് വേണ്ടി അതിൻ്റെ ലോഡ് കൺട്രോളുടെ ഒരു പൊസിഷനായിട്ട് ഡയറക്റ്റ് അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. സോ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരുടെ പ്രോഗ്രസ് കഴിയും പോലെ ഇരിക്കും. ആ കുട്ടികളെ കാണുമ്പോൾ നമുക്കും ഒരു പ്രൗഡാണല്ലേ. വളരെ സന്തോഷമുണ്ട്. ഇവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലവർ നമ്മൾ പെട്ടെന്ന് ആദ്യത്തെ 1-2 ഇൻട്രാക്ഷൻ വിചാരിക്കും ഇവൻ കുറച്ച് പാടായിരിക്കും എന്ന് വെച്ചു. പക്ഷേ ആ ഒരു മോട്ടിവേഷനും അങ്ങനെ ഒരു ഡിറ്റർമിനേഷനും ഒക്കെ ഉള്ള പിള്ളേരൊക്കെ ആണെങ്കിൽ എൻഡിലേക്ക് കാണാൻ പറ്റും. ഓക്കെ, കിട്ടി, ഒരു കരിയർ കിട്ടി, ഇനി ഞാൻ എന്നെ തന്നെ ഇമ്പ്രൂവ് ചെയ്താലേ ഇനി മുമ്പോട്ട് പോവുള്ളൂ എന്ന് അവർക്കൊരു തോന്നൽ വരും. അങ്ങനെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നല്ല ഫീൽഡിലും നല്ല പൊസിഷൻസിലും കയറിയിരിക്കുന്നവരുണ്ട്. ലാംഗ്വേജ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇപ്പം ലാംഗ്വേജ് ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നു. ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് നോക്കാം. ഇൻട്രാക്ട് ചെയ്യുന്ന പാസഞ്ചേഴ്സ് പല ഭാഷ സംസാരിക്കുന്നവരായിരിക്കും. ഒരു മിനിമം റിക്വയർമെൻറ്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം എന്നൊന്നും അറിയത്തില്ല. പക്ഷേ നിങ്ങൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിരിക്കണം. ശശി തരൂർ പോലും സംസാരിക്കണമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങൾ പാസഞ്ചറിന് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റണം. അവർക്ക് തിരിച്ച് പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മുടെ കോഴ്സിലും ബേസിക് കമ്മ്യൂണിക്കേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെ സോഫ്റ്റ് സ്കിൽസ്. അതായത് നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്ന പാസഞ്ചേഴ്സ് പലതരത്തിലാവും. ചിലവർ ശരി എനിക്കിപ്പോൾ ഫ്ലൈറ്റ് കയറിയേ പറ്റൂ, എൻ്റെ കൂടെ 2 പിള്ളേരുണ്ട്, ധൃതി പിടിച്ച് വരുന്നവരുണ്ട്. ഏത് സിറ്റുവേഷനിൽ വരുന്ന പാസഞ്ചേഴ്സിനെ കണ്ടാലും ഒരു നല്ല രീതിയിൽ അവരെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. കാരണം അവരെ സംബന്ധിച്ചോളം ഇവർ തിരിച്ചു വരാൻ ചാൻസ് ഉള്ള പാസഞ്ചേഴ്സാണ് ഇനിയും. അവരെ ഇൻട്രാക്ട് ചെയ്യുന്ന ആ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസിലായിരിക്കും അവർ ഈ ഫ്ലൈറ്റ് എടുക്കണോ വേണ്ടതെന്ന് രണ്ടാമത് ആലോചിച്ച് നോക്കുന്നത്. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഒരാളായിട്ട് ഡീൽ ചെയ്യേണ്ടത്. അത് ലാംഗ്വേജ് സ്പെസിഫിക് അല്ല, അത് ചിലവർക്ക് നാച്ചുറലായിട്ടുണ്ട്, ചിലവർ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു എബിലിറ്റിയാണത്. എയർലൈൻ്റെ ഫേസ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. എക്സാക്ട്ലി. അവരൊരു നല്ലൊരു പോയിന്റാണ് പറഞ്ഞത്. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിനോട് പറയണം, നിങ്ങൾ സൂട്ടും ഇതൊക്കെ ഇട്ടിരിക്കുന്നു, പക്ഷെ നിങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ കമ്പനീനെയാണ്. സോ നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ആ കമ്പനീനെ ഇതാക്കും. അപ്പം നിങ്ങൾക്കൊരു ആംഗ്രി ആയിട്ടൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അഫക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ പോയിന്റിൽ പറഞ്ഞതായിരിക്കും, പക്ഷെ അത് അഫക്റ്റ് ചെയ്തത് ആ കമ്പനിയുടെ ആയിരിക്കും. എല്ലാം ആലോചിച്ചിട്ടും മൊത്തത്തിലൊരു നമ്മൾ പുറത്ത് കാണുമ്പോൾ മനസ്സിലാവുന്നത് ഒരു ഗ്ലാമറസ് ജോബായിട്ട് നമ്മൾ കാണുന്നത് പൈലറ്റ് ക്യാബിൻ ക്രൂ ആലമല്ല. അതെ അതെ. അതിൻ്റെ ഇപ്പുറത്തും ഇത്രയധികം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒത്തിരി പേർക്ക് പുതിയൊരു അറിവായിരിക്കും. ഈ പറയുന്ന പോലെ ഈ നല്ല സംസാരിക്കുന്ന കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ ഈ കസ്റ്റമർ സർവീസ് ജോബ്സിന് പോകുന്നു. പിന്നെ ശരി, കമ്മ്യൂണിക്കേഷൻ വീക്കാണ്, അല്ലാണ്ടുള്ള കാര്യങ്ങളൊക്കെ ഏബിൾ ആയിട്ടുള്ളവരൊക്കെയാണ് ഈ കാർഗോ, അങ്ങനെ പല സെക്ടേഴ്സ് ഉണ്ട് ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ട. ബട്ട് സ്റ്റിൽ എയർപോർട്ട് റെലവൻ്റ് ആയിട്ടുള്ള ലോഡ് കൺട്രോൾ, റാമ്പ്, അങ്ങനെ പല സെക്ടേഴ്സിലും ജോലികളുണ്ട്. ഒരു ഫ്രഷർ നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങിയാൽ ആൾക്ക് എന്ത് സാലറി CTC എക്സ്പെക്ട് ചെയ്യാൻ പറ്റിയേക്കും? അത് ഡിപ്പെൻഡ് ചെയ്യും, ഹയർ ചെയ്യുന്ന കമ്പനി പോലെയിരിക്കും. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനി ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലവർ ചിലപ്പം 10,000, 12,000, 15,000 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ചിലർ 20,000 ഓഫർ ചെയ്യുന്നവരുണ്ട്. അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളായിരിക്കും. ബട്ട് ഈ പറയുന്നത് ഒരു ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനിയാണ്. ഞാൻ പറഞ്ഞില്ല, ഇവർ തേർഡ് പാർട്ടിയായിട്ട് ആക്ട് ചെയ്യുന്നവരാണ്. ഇവർ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി ഒരു 1-2 ഇയേഴ്സ് കഴിയുമ്പോൾ മേ ബി ഇവർക്ക് നല്ലൊരു ചാൻസ് ഉണ്ട് എയർലൈൻ തന്നെ ഇവർ അബ്സോർബ് ചെയ്യാൻ. അപ്പോൾ അവരുടെ ഈ പറയുന്ന സാലറി ഡബിൾ ആവാൻ, അങ്ങനെ അതിനനുസരിച്ച് കൂടാനുള്ളതാണ്. അതും എയർലൈൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും പോലെ ഇരിക്കും. ആക്ച്വലി ഇതൊരു സ്റ്റേബിൾ കരിയർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? സ്റ്റേബിളാണെന്ന് പറയാം. കാരണം ഇപ്പോൾ തന്നെ നല്ലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ഒരു ലാസ്റ്റ് ഇയറോ ഞാൻ ഫാദറും കൂടി ഇതുപോലെ ചെന്നൈ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ട് പോയപ്പോൾ പുള്ളിയെ പെട്ടെന്ന് ലിഫ്റ്റിൽ കയറിയപ്പോൾ ഒരാളിങ്ങനെ വിളിച്ചു, ബിജി സാർ എന്ന് വിളിച്ചു. പുള്ളിക്ക് ആളെ മനസ്സിലായില്ല. ഓൾമോസ്റ്റ് ഒരു 15 ഇയേഴ്സ് മുമ്പ് നമ്മുടെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടിയാണ്. ഇപ്പോൾ അവിടുത്തെ ഓൾമോസ്റ്റ് സ്റ്റേഷൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. സോ ആ ഒരു കരിയർ അതിനനുസരിച്ച് പ്രോഗ്രസ് ചെയ്ത് പോയി. പല വർഷങ്ങൾ കഴിഞ്ഞ് കണ്ടു പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി. ബട്ട് ആ ഫീൽഡിൽ ഒത്തിരി ഉണ്ട്. സ്റ്റേഷൻ മാനേജർ ആവാം, എയർപോർട്ട് മാനേജർ ആവാം, പല കമ്പനീസ് മാറാം. അത് ഒത്തിരി ചെയ്യാനുള്ള ഒത്തിരി ഇതുണ്ട് ഇതിനകത്ത് തന്നെ. ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു ഏരിയ ആണല്ലേ. ഗ്രോത്ത് ഒത്തിരി ഉള്ളതാണ് ഇതിനകത്ത്. നമ്മുടെ കേരളത്തിലൊരു ടയർ 2 അല്ലെങ്കിൽ ടയർ 3 സിറ്റിയിലെ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് ഏവിയേഷൻ രംഗത്ത് അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഒരു ജോലി വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ അതിന് ഭയങ്കര കോസ്റ്റ് വരുമോ? അവർക്കത് അച്ചീവബിൾ ആണോ? കാരണം കുറേ മിസ്കൺസെപ്ഷൻസ് മാർക്കറ്റിലുണ്ട്. നല്ല ലാംഗ്വേജ് വേണം, കാണാൻ ഗ്ലാമർ, ആ ഒരു കുറേ കാഴ്ചപ്പാടുകളുണ്ട് ഇൻഡസ്ട്രിയിൽ. ഇല്ല, അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം നമുക്ക് പല സിറ്റീസിൽ നിന്നും പല ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ലക്ഷദ്വീപിൽ നിന്ന് വരുന്നുണ്ട്, ആൻഡമാനിൽ നിന്ന് വരുന്നവരുണ്ട്, മംഗലപുരത്തു നിന്നുണ്ട്, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്നവരുണ്ട്. പല ബാക്ക്ഗ്രൗണ്ടിലുള്ള സ്റ്റുഡൻസും ഇവിടെ വന്നിട്ടുണ്ട്. അവർ പറഞ്ഞാൽ കോഴ്സിൻ്റെ എൻഡായി ഒരു ജോലി കിട്ടിക്കഴിഞ്ഞപ്പം അവരുടെ തന്നെ ചേഞ്ചസ് നമ്മൾ അറിയാൻ പറ്റുന്നുണ്ട്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഫീസല്ല ഒരു പ്രശ്നം. നമ്മളിവിടെ കൊടുക്കുന്ന ശരിക്കും ഒരു അയാറ്റ കോഴ്സും ഒരു DG സർട്ടിഫിക്കേഷനാണ്. ശരിക്കും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ കിട്ടാം. പക്ഷെ ഒരു ടെക്നിക്കൽ സ്കിൽസ് ഉള്ള ഒരാൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾക്കൊരു എന്താ പറയുക, ഇപ്പോൾ ഒരു സെയിൽസിന് പോകുന്ന ഒരാൾക്ക് ഒരു MBA വേണമെന്നില്ല, നല്ല സ്കിൽ സെറ്റ് ഉള്ള ഒരാൾക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റും. അപ്പം അതുപോലെ നമ്മൾ ടെക്നിക്കൽ സ്കിൽസ് ഒരാൾക്ക് കൊടുക്കുന്നു. അവർക്കൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പം ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ടെക്നിക്കൽ സ്കിൽസുള്ള സർട്ടിഫിക്കറ്റ്സ് ഉണ്ട്, പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷനും സോഫ്റ്റ് സ്കിൽസും ഇതൊക്കെ നല്ലതായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏത് സിറ്റിയിൽ നല്ല എവിടെ നിന്ന് വന്നൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും അവർക്ക് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ കിട്ടാവുന്ന ജോലിയാണ്. ഈ ഫീൽഡിലേക്ക്, ഏവിയേഷൻ ഫീൽഡിലേക്ക് ജോലി ആഗ്രഹിച്ച് വരുന്ന ഒരു ലേണർ അല്ലെങ്കിൽ ഒരു ഫ്രഷർ എന്തൊക്കെ സ്കില്ലായിരിക്കും ആൾ അച്ചീവ് ചെയ്യേണ്ടി വരിക? ഡിപ്പെൻഡ് ചെയ്യും. നമ്മളിപ്പോൾ എൻട്രിക്ക് വേണ്ടി ഈ ഒരു കോഴ്സ്, ഒരു കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞ കോഴ്സ്, അത് പ്രൈമറിയിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു ചെക്ക് ഇൻ കൗണ്ടറും അങ്ങനെ ബോർഡ് ഈ പാസഞ്ചർ സർവീസ് എക്സിക്യൂട്ടീവ് അങ്ങനെയുള്ള പൊസിഷന് വേണ്ടിയതാണ്. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ പറയുന്നത് ബേസിക്കായിട്ട്, ശരി നിങ്ങൾക്ക് ഈ ഫീൽഡുമായിട്ട് ഒരു ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ബേസിക് ഇൻട്രൊഡക്ഷൻ ടു ഏവിയേഷൻ, അതിൻ്റെ കുറേ കോഡ്സും കാര്യങ്ങളും പഠിപ്പിക്കും. അത് കഴിഞ്ഞിട്ട് പാസഞ്ചർ സർവീസിൽ എന്തൊക്കെയാണ് വരുന്നത് അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും. അതിൻ്റെ കൂടെയാണ് മനുഷ്യരി ഒരു കൗണ്ടർ സിറ്റുവേഷൻ, അതായത് ചെക്ക് ഇൻ കൗണ്ടറിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പാസഞ്ചറിൻ്റെ അടുത്ത് ചോദിക്കേണ്ടത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, എവിടെയാണ് ആൾ ഓക്കെ എന്ന് പറയുന്നത്, എവിടെയാണ് ചെയ്യേണ്ടത്. കാരണം ഇതിനകത്ത് തന്നെ ഡേഞ്ചറസ് ഗുഡ്സ് റെഗുലേഷൻസ് പറഞ്ഞ് കുറേ കാര്യങ്ങളുണ്ട്. ആൾക്കാർ കൊണ്ടുവന്ന് ലഗേജിൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇതൊക്കെ ആ പാസഞ്ചർ സർവീസ് എക്സിക്യൂട്ടീവ് നോക്കേണ്ട കാര്യങ്ങളാണ്. സോ അതൊക്കെ നമ്മൾ ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. എയർഫെയർസ് ആൻഡ് ടിക്കറ്റിംഗ്, ബേസിക്കായിട്ട് ഒരു ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്നില്ല, എവിടെ നിന്നൊക്കെയാണ് എങ്ങനെയാണ് പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ കുറച്ച് എംഫസിസ് ഇട്ടത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഫ്റ്റ് സ്കിൽസ്. ഇതൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും അതിൽ പാടാണ്, വളരെ ഡിഫിക്കൽട്ടാണ്. സോ അതിന് നമ്മൾ കുറച്ച് എംഫസിസ് ഇട്ടിട്ടാണ് ഈ കോഴ്സിൻ്റെ ഇത് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബേസിക് സെറ്റ് ഓഫ് റിക്വയർമെൻറ്റ്, അത് ഈ നോളജും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മളെപ്പോഴും പറയുന്നത് ഒരു IATA സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഇച്ചിരിയോടെ ബെനിഫിറ്റ് ആയിരിക്കും. കാരണം നിങ്ങൾ പഠിച്ചത് നല്ല കോഴ്സാണോ അല്ലേ എന്ന് പെട്ടെന്ന് ആരോടും ചോദിച്ചാൽ എനിക്കറിയില്ല. അപ്പം ശരി, എൻ്റെ ഒരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ ഓക്കെ, ഇതൊരു നല്ലൊരു ഇൻ്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയുമ്പോൾ അത് വാലിഡേറ്റ് ചെയ്തൊരു ടെക്നിക്കൽ സ്കില്ലാന്നുള്ള കാര്യം നിങ്ങൾ രണ്ടാമത് ആരെയും ബോധിപ്പിക്കേണ്ടി വരത്തില്ല. സോ അതാണ് നമ്മൾ പ്രൈമറിലി ഇവിടെ കൊടുക്കുന്നത്. നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്റ്റുഡൻറ്റ് എഫേർട്ട് ഇട്ടാൽ എന്തായാലും ആൾക്കൊരു ജോലിയിലേക്ക് ലാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമ്മളത് നല്ലൊരു പോയിന്റാണ്. നമ്മളിവിടെ ചെയ്യാറുള്ളതാണ്. നമ്മൾ ഒരിക്കലും പ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി എന്ന് വാക്ക് ഉപയോഗിക്കാറില്ല. പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റ്, അതായത് നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂവിനുള്ള സാധ്യത, ഇൻ്റർവ്യൂ റൂം വരെ ഞങ്ങൾ എത്തിച്ചു തരാം. അതിനകത്ത് സംഭവിക്കുന്നത് നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും. അവിടെ വരെയുള്ള ട്രെയിനിങ് എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, അവിടെ ഉള്ളത് നിങ്ങളുടെ ഇത്രയും പഠിപ്പിച്ചതിൻ്റെ ഒരു കൾമിനേഷനാണെന്ന് കൂട്ടിക്കുക. അവിടെ നിന്ന് നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുപോലെ ഇരിക്കും. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികൾ ലോകത്തിൻ്റെ പല ഭാഗത്തും വർക്ക് ചെയ്യുന്നുണ്ടാവും. സാറിന് ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഏതെങ്കിലും ഒരു അലുമിനിയുടെ പറയാൻ പറഞ്ഞാൽ സാർ ആരെയായിരിക്കും ചൂസ് ചെയ്യുക? ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാനൊരു സിറ്റുവേഷൻ പറഞ്ഞത് ഇത് നല്ലായിരുന്നു, ചെന്നൈയിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞത്. പിന്നെ ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ ആ പയ്യനെ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്കായിരുന്നു. ഞങ്ങളിങ്ങനെ പോലെ ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി നമുക്ക് 1-2 ഗ്രൂപ്പ് ഡിസ്കഷൻസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ആ പയ്യൻ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ലാംഗ്വേജ് പറയാനായിട്ട്, വാക്കുകൾ കിട്ടുന്നുണ്ട് പക്ഷെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അവനാണെങ്കിൽ വൈകിട്ടൊക്കെ ഈ പെട്രോൾ പമ്പിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഒരു ദിവസത്തെ കാര്യമാണ്, നീ നെർവസ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ വാക്കുകൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കും, കോൺഫിഡൻ്റ് ആയിട്ട് പറ, ഗ്രാമറും കാര്യങ്ങളൊക്കെ വിട്, പക്ഷെ പറയാനുള്ളത് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. അത് നീ പറയാമെന്നുണ്ടെങ്കിൽ നിനക്ക് പറ്റും, നിനക്ക് കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയാം. നമ്മൾ അന്ന് അയച്ച ഒരു 20 പേരെങ്ങാണ്ട് ഇൻ്റർവ്യൂവിന് അയച്ചിട്ട് ആ പയ്യന് കിട്ടി. ഇന്ന് ബാംഗ്ലൂർ എയർപോർട്ടിൽ അവൻ എയർ ഫ്രാൻസിന് വേണ്ടി വർക്ക് ചെയ്തു. ആളിത് കേൾക്കുന്നുണ്ടാവും. ഇല്ല, ഞാൻ പേരൊന്നും പറയില്ല, പക്ഷെ അവനെന്ന് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി വളരെ സന്തോഷം വന്നായിരുന്നു. അവൻ അന്നൊരു ഇച്ചിരി എക്സ്ട്രാ എഫേർട്ട് എടുത്തു, അതിട്ടതിൻ്റെ അവന് അന്ന് കാണാനും ഉണ്ടായിരുന്നത്. ആ ഒരു എക്സ്ട്രാ സ്റ്റെപ്പ് എടുക്കുന്നവരാണ് ശരിക്കും അത് ലൈഫിലും സക്സീഡ് ആവും. ഏത് വയസ്സിലായിരിക്കും നമുക്ക് റൈറ്റ് ആയിട്ടൊരു ഈ രംഗത്തേക്ക് ഒരു കരിയർ തുടങ്ങാൻ പറ്റുക? സോ ഇതിനൊരു ക്യാച്ചുണ്ട്. ഇപ്പം 18 തൊട്ട് ഒരു 25-26 വയസ്സ് കഴിയുമ്പം കുറേ കമ്പനീസ് ഒന്നും 27 കഴിഞ്ഞവർ ഹയർ ചെയ്യാറില്ല. അത് അവരുടെ ഒരു കമ്പനി റെസ്ട്രിക്ഷനാണത്. അപ്പം നമ്മളിവിടെ 18+ ആയിട്ടാണ് പറയാറുള്ളത്. എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഏജ് കഴിഞ്ഞിട്ട് ആരും എടുക്കൂലെന്നല്ല, എയർലൈനിൻ്റെ പല ജോബ് സെക്ടറിലായിട്ട് കിട്ടും. ഈ പാസഞ്ചർ സർവീസിനൊക്കെ ഒരു 26-27 ഒരു ഏജ് ലിമിറ്റായിട്ട് വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇത് പഠിക്കുന്നത് ഓഫ്ലൈനാണ് നോർമലി അല്ലേ? എൻട്രി ഓൾവേസ് ബിലീവ്
ഓഫ്ലൈനിൽ ചെയ്യാവുന്നതൊക്കെ ഓൺലൈനിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഓൺലൈൻ മാത്രം ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങളിലുള്ള കുറേ ആൾക്കാരുണ്ട്, അവരെയാണ് നമ്മൾ കേറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ കോഴ്സ് ഓൺലൈനിലേക്ക് കൊണ്ടുവരുമ്പോൾ സാർ എങ്ങനെയാണ്, എന്തൊക്കെ ചാലഞ്ചസ് ആണ്, എങ്ങനെയാണ് സാർ അത് സെറ്റ് ചെയ്തത് കരിക്കുലം സൈഡിൽ? ഇത് എനിക്കൊന്ന് എല്ലാ കോഴ്സിൻ്റെ ഒരു എവല്യൂഷൻ എന്ന രീതി മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം കോവിഡിൻ്റെ ടൈം വന്നപ്പോൾ എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന ഒരുമാതിരി എല്ലാവരും ഫേസ് ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു. ഞാനിപ്പം കെമിസ്ട്രി തൊട്ട് ബയോളജി വരെ ഓൺലൈൻ പഠിക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വന്നു. കാരണം പഠിച്ചേ പറ്റത്തുള്ളൂ, അതായിരുന്നു സിറ്റുവേഷൻ. അതേപോലെ ഇവിടെയും വന്നായിരുന്നു, കുറേ ക്ലാസ്സസ് നമ്മൾ ഓൺലൈൻ എടുത്തു തുടങ്ങി. അപ്പോഴാണ് എല്ലാവരും ഇരുന്ന് ആലോചിച്ച് ശരിക്കും എടുക്കാമല്ലോ, ഇത് ഓൺലൈൻ ചെയ്യാമല്ലോ, നമുക്ക് ഡെലിവറി മെത്തേഡ് മാറുന്നതേ ഉള്ളൂ. സ്റ്റുഡൻസ് അത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന ഡെലിവറി വരും. എനിക്കൊന്ന് എൻട്രി അതിന് നല്ലൊരു പാർട്ട്ണറായിരുന്നു. നമ്മൾ കുറേ നാളായിട്ട് ഇങ്ങനെ തേടി നടക്കുമായിരുന്നു അത്. അപ്പം നമ്മളെ സംബന്ധിച്ചോളം എനിക്കൊന്ന് കുറേ പേര് വിളിക്കുമ്പം ഓഫ്ലൈൻ ചെയ്യേണ്ട കുറേ ആസ്പെക്ട്സ് ഉണ്ട് ഇതിനകത്ത് ട്രെയിനിങ്ങും കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന പോലെ നമ്മുടെ കോഴ്സിലാണെങ്കിലും 2 ദിവസം ഓഫ്ലൈൻ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എയർഫോഴ്സിൻ്റെയും ടിക്കറ്റിൻ്റെയും കാര്യങ്ങൾ വരുമ്പോൾ DGയുടെ ട്രെയിനിങ് വരും. ചില ആസ്പെക്ട്സ് നമുക്ക് ഓഫ്ലൈനിൽ കൊടുത്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇവിടുത്തെ ഈ കൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ ആൾക്കാരായിട്ട് ഡീൽ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പേഴ്സണലി തന്നെ ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ടെക്നിക്കലായിട്ട് കുറേ ആസ്പെക്ട്സും സർട്ടിഫിക്കേഷൻസും ഒക്കെ എനിക്കൊന്ന് ഓൺലൈൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതിലാണ് നമ്മളിത് ഇതിലേക്ക് ഈ ഓൺലൈൻ മോഡ് ഓഫ് എഡ്യൂക്കേഷൻ ട്രൈ ചെയ്യാമെന്ന് വെച്ചത്. നമ്മുടെ പ്രാക്ടിക്കൽ ട്രെയിനിങ് എങ്ങനെയായിരിക്കും ഓൺലൈനിൽ നമ്മൾ മാനേജ് ചെയ്യുക? സോ പ്രാക്ടിക്കലിൽ നമ്മളിപ്പോൾ എനിക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു 100 hours ഒരു കോഴ്സാണ്. അതിൽ 10 hours ഓഫ്ലൈൻ പ്യൂർലി, അതിൽ 5 hours എയർലൈൻ ടിക്കറ്റിംഗ്, അത് GDSൻ്റെ റിസർവേഷൻ സിസ്റ്റംസ് ഉണ്ട്. ബേസിക്കായിട്ട് നമ്മൾ ഈ നമ്മുടെ മൈ യാത്ര അങ്ങനെയുള്ള ഇതിലൊക്കെ നോക്കുമ്പോൾ ആപ്സ് നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക് എൻഡ് നടക്കുന്ന ഒരു ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ഒരു റിസർവേഷൻ സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു അമേഡിയസ്, സേബർ, ഗലീലിയോ അങ്ങനെയുള്ള സിസ്റ്റംസിൽ ഒരു 5 hours എങ്കിലും ഇവർ ഓപ്പറേറ്റ് ചെയ്യണം, തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടി നമ്മളിവിടുത്തെ ലാബുണ്ട്. അപ്പം അത് ഇതിൻ്റെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ DGയുടെ അവയർനെസ്, നമ്മളൊരു IATA ഓതറൈസ്ഡ് ട്രെയിനിങ് സെൻറ്റർ മാത്രമല്ല, ഒരു ഡേഞ്ചറസ് ഗുഡ്സ് റെഗുലേഷൻ ട്രെയിനിങ് സെൻറ്ററും കൂടിയാണത്. IATയും DGCയും അപ്രൂവ് ചെയ്തിട്ടുള്ള, രണ്ടും കൂടി അപ്രൂവ് ചെയ്തിട്ടുള്ള ഇന്ത്യയിൽ കയ്യിലുണ്ടാകുന്ന കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളാണ്. അതിൽ നമ്മുടെ കോഴ്സ് എടുത്താൽ NSDCയുടെ അപ്രൂവലും കൂടി നമ്മുടെ കോഴ്സിന് NSDCയുടെയും കൂടെ ഉണ്ടാകും. സോ അതിൻ്റെ DGയുടെ അപ്രൂവലും കൂടി ഉള്ള ഒരു റൂം ആയതുകൊണ്ട് അപ്പോൾ DGയുടെ അവയർനെസ് DG ഫെസിലിറ്റീസിൽ തന്നെ നമ്മൾ പഠിപ്പിക്കാനുള്ളൊരിതാണ്. ഇപ്പോൾ NSDCയുടെ കോഴ്സസ് ഉണ്ട് അതിനകത്ത്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷനും അതിൻ്റെ കൂടെ കിട്ടുന്നു. ഒരു ഓൺലൈൻ കോഴ്സ് എന്നുള്ള നിലയ്ക്ക് സ്റ്റുഡൻറ്റ് ഫുൾ ടൈം അവൈലബിൾ ആവും. അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സപ്പോർട്ടായിരിക്കും നമ്മൾ ബാക്കിൻ്റെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുക ഒരു ഓൺലൈൻ കോഴ്സിന്? അപ്പം നമുക്കൊരു മെൻറ്റർഷിപ്പ് എന്ന രീതിയിലൊരു സ്റ്റാഫ് ഉണ്ടാകും അവരുടെ. അതായത് നമ്മളിപ്പം ഈ ഓൺലൈൻ എടുത്ത് കൊടുത്ത് ഡെലിവറി ചെയ്ത് ഈ ലെക്ചേഴ്സിൽ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് അവേഴ്സ്, ചിലവരും പല സ്പീഡിലാണല്ലോ ആൾക്കാർ ഗ്രാസ്പ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടുള്ള അവേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. ഈ പറഞ്ഞ പോലെ നമുക്കും പുതിയതായിട്ടൊരു ഇതാണ്. അപ്പം കൂടുതൽ അവേഴ്സ് ലൈവ് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഓക്കെ. സോ നമ്മൾ ഒന്നുകൂടി ആ ചോദ്യം ആൻസർ ഒന്നുകൂടി ഓൺലൈനിൽ ഡെലിവറി ചെയ്യുമ്പോൾ കുറേ പേർക്കുള്ള ഒരു സംശയമായിരിക്കും, എന്തൊക്കെ സപ്പോർട്ടായിരിക്കും നമ്മൾ കൊടുക്കുക ഈ ഒരു സ്റ്റുഡൻറ്റ് ജോയിൻ ചെയ്താലും? സോ സ്റ്റുഡൻറ്റ് കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുന്ന പോലെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഓൺലൈൻ മോഡിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ അവേഴ്സ് നമുക്ക് ഒരു മെൻറ്റർഷിപ്പ് എന്ന രീതിയിൽ സ്റ്റാഫ് തന്നെ ടൈം സ്പെൻഡ് ചെയ്യും. അവർക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ, അതായത് നമ്മൾ എടുത്ത ഓൺലൈൻ മോഡ് ഓഫ് എൻട്രിയിൽ മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് 1-on-1 എടുത്തു കൊടുക്കാനാണ് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായിരിക്കും പേരൻസിനോടും ഈ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോടൊക്കെ കൊടുക്കാനുള്ള ഒരു കരിയർ അഡ്വൈസ്? സോ ഞാൻ പറയാറുള്ളത്, ഇപ്പം ചിലപ്പം പഠിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു, ഏവിയേഷൻ ടൈം കിട്ടിയില്ല, നിങ്ങളിപ്പോൾ വേറൊരു ജോലിയിലായിരിക്കും, പക്ഷേ ഈ ഫീൽഡിനെ കുറിച്ച് എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഇതാണ്. സോ നിങ്ങളുടെ വർക്കിംഗ് പൊസിഷനിൽ നിന്ന് മാറണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ടൈമിൽ ഇതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏവിയേഷൻ്റെ ഇത് കാര്യങ്ങളും. ഇത് നേരത്തെ പറഞ്ഞ പോലെ പണ്ട് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എഞ്ചിനീയറിംഗ്, മെഡിസിൻ അങ്ങനെ 1-2 സ്ട്രീംസ് ഓഫ് ഇത് മാത്രമേ ഉള്ളായിരുന്നു എഡ്യൂക്കേഷൻ. ഇപ്പം ഏവിയേഷൻ ഇതുപോലെ എക്സ്പൊണൻഷ്യലായിട്ട് ബൂം ചെയ്യുന്നൊരു ഇൻഡസ്ട്രിയാണ്. ഇതിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല ജോബ് സെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും നിങ്ങൾക്ക് ക്യൂരിയോസിറ്റിയോ അതിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഒരു കരിയർ വേണമെന്ന് തോന്നുവാണെങ്കിൽ പാരൻസ് ആയാലും സ്റ്റുഡൻസ് ആയാലും അവർക്ക് നല്ലൊരു ഓപ്പണിംഗ് ആണ് ഇങ്ങനെ ഒരു കോഴ്സ്. അവർക്ക് നിലവിലുള്ള ഒരു ജോലിനെയും അഫക്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ അവരുടെ മറ്റു പഠിത്തത്തെ അഫക്റ്റ് ചെയ്യാതെ പുതിയൊരു കരിയർ തപ്പാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് ഇങ്ങനെ വെക്കാം അല്ലേ? അതെ. ഇപ്പോൾ ഫുൾ ടൈം ആയിട്ട് വരുന്ന പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോഴും ഓഫ്ലൈൻ പറയും. പക്ഷേ ഇതിൽ ഓൺലൈൻ പഠിക്കാൻ നിങ്ങൾക്ക് അതാണ് നല്ലൊരു അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നിടത്ത് വർക്ക് ചെയ്യുകയും ചെയ്യുന്നവർക്ക്
ഈവനിങ്സ് ആയാലും എപ്പോഴായാലും നിങ്ങൾക്ക് ഒരു നല്ലൊരു സ്റ്റാർട്ടാണ് ഇത് ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് അല്ലെങ്കിൽ ഏവിയേഷൻ രംഗത്തെ കരിയർ സാധ്യതകളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇനിയും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞങ്ങൾ വീണ്ടും നമുക്ക് ഒരു പോഡ്കാസ്റ്റായിട്ട് വീണ്ടും കാണാം. സോ താങ്ക് യു സർ. താങ്ക് യു മച്ച്.